നിങ്ങളൊരു വേറൊരു കാര്യം നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിവേകം വേണം. വിവേകം. രണ്ട് പെണ്ണും ഒരാണും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരുമിച്ച് വളർന്ന് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിടക്ക് വരും, ഇത്രയും നാൾ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് കിടന്ന് ഒരുമിച്ച് കുളിച്ചു, ഇനി കിടക്കണ്ടാണ്. പ്രിയമുള്ളവരെ, അത്രയും നാൾ കുഴപ്പമുണ്ടായാലും ഒരു സുപ്രഭാതത്തിലാകുമ്പോൾ അത് എന്ത് വാർത്തയാണ് ഈ പറഞ്ഞു, എന്താണ് അമിച്ചത് കിടന്നാൽ എന്ന് അവർ ചോദിക്കില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അതുണ്ട്. അവിടെ നമ്മൾ വിവേകം ഉപയോഗിക്കണം. വിവേകം ഉപയോഗിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, മോനെ ഇങ്ങനെയൊക്കെയാണ് കാര്യം. സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: ആൺമക്കൾക്ക് അപ്പനും പെൺമക്കൾക്ക് അമ്മയും ജീവിതത്തിന്റെ ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഞാൻ നേരെ തിരിച്ചു ചിന്തിക്കുന്നത്, പെൺമക്കൾക്ക് അപ്പൻ സ്നേഹത്തോടുകൂടെ വളർന്നു വരുമ്പോൾ വിളിച്ചിരുത്തി അടുത്തിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൻ അതുകൊണ്ട് എപ്പോഴും അപ്പനായിട്ട് നിൽക്കും. ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം വളരുമ്പോൾ മക്കളല്ലാതാവുന്നില്ല, അവർ മക്കൾ തന്നെ. ആ ഒരു തലത്തിലേക്ക് കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വളരണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൻ തൻ്റെ മകളെ ഇങ്ങനെ അടുത്തിരുത്തി ജീവിതത്തിന്റെ ചില കാര്യങ്ങളൊക്കെ സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അപ്പന് ആ മകള് എത്രമാത്രം വലുതായാലും അത് മകള് തന്നെയാണ്. ഒരു തരത്തിലും വേറൊരു ചിന്ത വരത്തില്ല. പ്രിയമുള്ളവർ, അങ്ങനെ ഒരു ചിന്ത വരുത്താൻ നമ്മൾ കാരണമാകുന്നുണ്ട്. പെൺമക്കളൊക്കെ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ താൻ അറിയണ്ട, അങ്ങനെ പറയാം. ആ കൊച്ചിന്റെ അപ്പനാണ് അവനെങ്കിൽ അവൻ അതറിയാനുള്ള അവകാശമുണ്ട്. അതവന് പഠിപ്പിക്കാനുള്ള അവകാശം. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ നടക്കുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ്. പ്രിയമുള്ളവർ, നമ്മൾ ഈ കുഞ്ഞു മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ലൈംഗിക വിദ്യാഭ്യാസം വളരെ ചെറുപ്പത്തിൽ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഈ ചെറുപ്പത്തിലേക്ക് പ്രിയമുള്ളവരെ, ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലൈംഗികത എന്നാൽ എന്താണ്, അതിങ്ങനെയാണ്, അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കാനല്ല പറയുന്നത്. മറിച്ച് കുഞ്ഞുങ്ങളോട്, പ്രത്യേകിച്ച് വളരെ തീരെ കുഞ്ഞുങ്ങളോട്, അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ആൺകുട്ടികൾക്കും വിളിച്ചിരുത്തി അവരോട് പറഞ്ഞു കൊടുക്കണം. ശരീരത്തിന്റെ 3 ഭാഗങ്ങളിൽ ആര് സ്പർശിച്ചാലും അണ്ണാക്ക് പൊളിച്ച് കരഞ്ഞേക്കാം. ഇത് സിമ്പിളായിട്ട് ഇത് തന്നെ. ആ 3 ഭാഗങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം: മുൻഭാഗം, പിൻഭാഗം, നെഞ്ച്. ഇവിടെ ആര് തൊട്ടാലും ഒറ്റ കരച്ചിലാണ്, ഒന്നും ചിന്തിക്കാനില്ല. എന്നിട്ട് പറയണം, അത് അപ്പം പഠിപ്പിക്കുമ്പോൾ അമ്മ പഠിപ്പിക്കുമ്പോൾ അത് ഞാൻ ആണെങ്കിൽ പോലും അതൊരു ട്രെയിനിങ്ങാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകൊച്ചിനെ നാളെ വെളുപ്പിന് ഒരു 5 മണിയാകുമ്പോൾ ചെന്ന് ബലാത്സംഗം ചെയ്യണമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ചില സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ സാഹചര്യങ്ങളിൽ നിന്ന് ഈ ഒരു ഒച്ചയില്ല, അവരതിൽ നിന്ന് മോചിപ്പിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അവിടെ എങ്ങാനും തൊട്ട ഒന്നും ചിന്തിക്കേണ്ട, മോനെ അണ്ണാക്ക് പൊളിച്ച് കരഞ്ഞെന്നാണ്. അപ്പോൾ ഇവൻ്റെ ഉള്ളിലെ ആ ഒരു മനുഷ്യത്വം ഉണരുമെന്നാണ് പറയുന്നത്. ഏത് ചെയ്യാൻ പോകുന്ന ആളുടെ അതിൽ നിന്ന് രക്ഷപ്പെടും. 90% പീഡനങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഈ ഒറ്റ ഒച്ച മതി. ആ ഒരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത് അമ്മമാരാണ്. അത് നിങ്ങൾ